Once again, welcome back to my channel, Miss Vlogs. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറേ പേരായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ടായിരുന്നു, അമ്മ ചേച്ചി എന്താ പറ്റിയത്, വീഡിയോസ് കാണാറില്ല, വ്ളോഗില്ല എന്നൊക്കെ. അപ്പോൾ നമ്മളിതാ ഒരു വലിയ വ്ളോഗായിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഷോർട്സൊക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ മിസ് ചെയ്യണു, ഓൺ വോയിസ് വീഡിയോസ് മിസ് ചെയ്യണു എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, കാരണം നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വിചാരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ടു യൂട്യൂബ് അങ്ങനെ വിചാരിക്കണം, സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ പുതിയ ആൾ പരിചയപ്പെടുത്താണ്. പുതിയ ആളല്ല, കുറച്ച് കാലമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ വീഡിയോസൊന്നും അധികം ചെയ്തിരുന്നില്ല, ഐ മീൻ യൂട്യൂബ് വീഡിയോസ് അധികം ചെയ്തിരുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ കുറേ പോസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അശ്വതി, ടീച്ചറാണ് കേട്ടോ. ആൾ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ് സ്കൂൾ, ഇൻ്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അപ്പം നമ്മളിങ്ങനെ എപ്പോഴും പുറത്ത് പോകാനും അങ്ങനെയുള്ള ഒരു വൈബൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. ലൈക്ക് നമ്മുടെ ചാലഞ്ച് വീഡിയോസ് അല്ലേ, ചാലഞ്ച് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞങ്ങളതിനനുസരിച്ച് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോവുകയാണ് ഒമാനിലേക്ക് കേട്ടോ. ഇപ്പോൾ നമ്മൾ UAE ഉള്ളത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും, നമ്മൾ നാളെ ഒമാനിലേക്ക്, അത് വേറൊരു കൺട്രിയാണ്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്, ജസ്റ്റ് ഒന്ന് ചില്ലാൻ വേണ്ടി പോവുകയാണ്, സ്കൂളിലെ ലീവ് ആയതുകൊണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ജസ്റ്റ് പുറത്ത് പോയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. സോ അതൊക്കെ പാക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഒമാനിലെ വിശേഷങ്ങളും അതേപോലെ ഞങ്ങളുടെ ഇവിടെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകാം. പുതിയ വീട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇന്ന് പോയിട്ട് ഇതാ മറ്റേ കോഡ് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ. ആക്ച്വലി മഞ്ജു വാര്യരുടെ ആ ഒരു യെല്ലോ ഡ്രസ്സ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്തത്. ആദ്യം ശരി പറഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് സ്കൂളിൽ ഇതൊന്നും ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു സ്കൂളിലും കൂടി ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം തോന്നി. അങ്ങനെ ഇതാ പാൻസും അതേപോലെ തന്നെ ഈ ഒരു ഷർട്ടും ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന്റെ തന്നെ സെയിം ഗ്രീൻ ആണ് അശ്വതി. ആ ഡ്രസ്സ് ഇവിടെ ആള് സെറ്റാക്കി വെച്ചു. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ പോകണം. പിന്നെ ഇതാ ഈ ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. കടലിലൊക്കെ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അതെ, ഒമാനിലെ മുസണ്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ വാട്ടർ ആക്ടിവിറ്റീസ് അല്ലേ, അത് ചെയ്യാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അതെ, അതായത് വെള്ളമൊന്നും കുടിക്കാത്ത ഡ്രസ്സ് സെയിം തന്നെ അശ്വതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാഗൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 4 പേരുടെ ഡ്രസ്സും കൂടെ ഇത്രയും നീലു ഡ്രസ്സും പിന്നെ കഴിക്കാനുള്ള ചിപ്സും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ കുടിക്കാനുള്ള വെള്ളം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണെന്നുള്ള റെഡിയായി. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതാ മുടിയൊക്കെ സെറ്റാക്കി. ബസ്സുണ്ട്, ബസ് ഷാർജയിൽ നിന്നല്ലേ ശരി, അവിടെ വരെ നമ്മൾ കാറിൽ പോകും, എന്നിട്ട് അവിടുന്ന് ബസ്സിന് പോകും. അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ വഴി അപ്ഡേറ്റ് ചെയ്യാം. ബൈ. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നല്ല നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തലേദിവസം ഇവിടെ സ്റ്റേ ആയിരുന്നു, കാരണം നേരത്തെ പോകുമ്പം ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞാൻ ഇവിടെ സ്റ്റേ ആയിരുന്നു. എന്നിട്ട് ഇതാ ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം അത്യാവശ്യം നല്ല തണുപ്പുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അതെ, ഒമാനിലും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ മൊസാണ്ട ആയതുകൊണ്ട് എന്തെങ്കിലും തണുപ്പുണ്ടാവും. അപ്പോൾ അത് കാരണം സ്വെറ്ററൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബസ്സിലാണ് കേട്ടോ പോണത്. അപ്പോൾ ഷാർജയിൽ നിന്ന് മാത്രമേ ബസ്സുള്ളൂ. ഷാർജ വരെ ഇതാ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിന് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഹലോ. അപ്പോൾ നമ്മൾ ഷാർജയിൽ എത്തിയിട്ടുണ്ട്. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ആക്ച്വലി രാവിലെയാണ്. അതെ, നമ്മൾ വിജനമായ ഒരു സ്ഥലത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഇത് റെഡി അല്ലേ? തണുത്ത് വരച്ച് നിൽക്കുകയാണേ. ബൈ ദ്രുപത്. അങ്ങനെ ഇതാ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുൽക്കൻ വഴിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇത് ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ് നമ്മളിങ്ങനെ ഒരു
ട്രിപ്പ് പോണത്. ആർക്കും പരസ്പരം ഇതുവരെ അറിയണ്ടായിരുന്നില്ല, എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിലൂടെയാണ് നമ്മളെല്ലാവരും മീറ്റ് ചെയ്തത്. എല്ലാവർക്കും വാട്സപ്പ് ത്രൂ പരിചയമുണ്ടെന്നല്ലാണ്ട് ആരും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ഫേസ്റ്റ് മീറ്റപ്പ് ആയിരുന്നു, ആസ് വെൽ ആസ് നമ്മുടെ ഫേസ്റ്റ് ട്രിപ്പും ആയിരുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ശരിക്കും. കാരണം നമ്മൾ മുന്നേ ചാറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന ആൾക്കാരെ ആദ്യമായിട്ട് നേരിൽ കാണുന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുസണ്ട എത്തി. അവിടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ആൾക്കാരെന്ന് പറയുമ്പം, അതായത് നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമല്ല, ഒരുപാട് ഭാഷ സംസാരിക്കണം, അതായത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ഉള്ളത് കാരണം നമുക്ക് അതൊരു ബാരിയറായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഡിഫറെൻറ്റ് കൾച്ചറുള്ള ആൾക്കാരെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ഷിപ്പിലാണ് കേട്ടോ മുസണ്ടത്തേക്ക് പോണത്. ഫസ്റ്റ് നമ്മളൊരു ബോട്ടിലാണ് ഷിപ്പിനകത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അതായത് നമ്മുടെ കരയുന്നവരെടുത്തിട്ട് ഒരു ബോട്ടിൽ കയറ്റിയിട്ട് ഷിപ്പിലേക്ക് കയറ്റിയിട്ടോ. അങ്ങനെയായിരുന്നു. നമ്മളിതാ ഇപ്പോൾ ആ വലിയ ഷിപ്പിലെത്തിയിട്ടുണ്ട്. 2 ലെയറായിട്ടാണുള്ളത് കേട്ടോ. നമ്മൾ താഴത്താണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. മുകളിലേക്ക് നമ്മൾ ജസ്റ്റ് കയറി നോക്കി, അല്ലാണ്ട് അവിടെ ഇരുന്നിട്ടില്ല. താഴെ ഇരുന്ന് കുറച്ചും കൂടെ സേഫ് എന്ന് തോന്നി. ഇപ്പോൾ താഴത്ത് ആണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഷിപ്പ് എടുക്കാനായിട്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും വിശക്കുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഒരു പൊറോട്ട സാൻഡ്വിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇറങ്ങിയപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ആ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു പൊറോട്ട സാൻഡ്വിച്ച് കഴിച്ചതാണ്. അത് കാരണം നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയ്യിലുണ്ടായിരുന്ന ചിപ്സും സ്നാക്സും ഒക്കെ കൂടെ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുസണ്ടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പും നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കടലും അത്യാവശ്യം നല്ല ശോഭമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അന്നത്തെ ക്ലൈമറ്റ് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയുന്നുണ്ട് ക്ലൈമറ്റ് കുറച്ച് പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ അത് കാരണം നല്ല വേവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് ഒരുമിച്ചായത് കാരണം നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി, മുസണ്ടത്തെത്തി. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഫ്രൂട്ട്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നമുക്ക് അതൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. മുസണ്ടം ബീച്ചിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ ബീച്ച് ചൂസ് ചെയ്തത് കാരണം ഞങ്ങൾക്ക് സ്വിമ്മിങ് അറിയില്ല. സ്വിമ്മിങ് അറിയുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ ആ ഏരിയയ്ക്കൊന്നും പോയില്ല. ഞങ്ങൾ ഡയറക്റ്റ് ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബീച്ചിലേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് ചേഞ്ച് ചെയ്തു. അങ്ങനെ ഇതാ ബീച്ചിലേക്ക് പോവാണ്. സ്പീഡ് ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ശരിക്കും ബനാന ബോട്ട് റൈഡൊക്കെ ഉണ്ടായിരുന്നു. അതുവഴി പോയാലും ബീച്ചിലേക്ക് എത്തും. പക്ഷെ നമ്മളിങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു മറ്റിലൊന്നും കയറാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് ആക്ച്വലി മുസണ്ടം ബീച്ച്. വേവ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുറേ കടലിൻ്റെ കുറേ അപ്പുറത്തേക്കായിട്ട് പോകാൻ പറ്റും. സ്വിമ്മിങ് അറിയണമെന്നൊന്നുമില്ല, നമ്മൾ ഒളിച്ച് പോകുന്നില്ല. അപ്പോൾ കുഞ്ഞു മക്കൾ വരെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതുപോലെ മുസണ്ടം പോകാനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മാക്സിമം യൂട്ടിലൈസ്. ഹലോ, അപ്പോൾ നമ്മൾ ഒമാനിൽ മുസണ്ടം എത്തി. ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ. മുസണ്ടം ബീച്ചിലേക്ക് വന്നതാണ്. അവിടെ ബനാന ബോട്ട് റൈഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സ്വിമ്മിങ് അറിയാത്തത് കൊണ്ട് നമ്മൾ പോയില്ല. അശ്വതി, ഹൗസ് ദ ജേർണി? അടിപൊളി. സീ സിക്നസ് ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു. അശ്വതി ആക്ച്വലി കിടക്കായിരുന്നു. അശ്വതിക്ക് തീരെ പറ്റണില്ല. അപ്പോൾ കിടക്കായിരുന്നു. പിന്നാലെ വരുന്നുണ്ട്. ചെവിയിലേക്ക് കേക്കല്ലേ? അമ്മേ, ഞാൻ വീഴാൻ പോണു. അങ്ങനെ അവിടെ മാക്സിമം എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു വന്നു. തിരിച്ച് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു പോയിന്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ പാട്ടും ഡാൻസും കുറേ നല്ല മെമ്മറീസൊക്കെ ആയിട്ട് ഞങ്ങളിതാ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുസണ്ടത്തെ ഞങ്ങളുടെ അടിപൊളിയായിട്ടുള്ള ആ ഒരു യാത്രയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും വരാറുള്ളതുപോലെ ദയവ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാതിരിക്കും. ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.